CPM നടത്തിയ ഏത് കൊലപാതകങ്ങളും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. അരിയിൽ ഷുക്കൂറിന്റെ കൊലപാതക കേസിൽ അതല്ലേ കണ്ടത്? TP ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിൽ നമ്മളതല്ലേ കണ്ടത്? കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കേസിൽ നമ്മളതല്ലേ കണ്ടത്? ഷുഹൈബിന്റെ കൊലപാതക കേസിൽ നമ്മളതല്ലേ കണ്ടത്? കൊലപാതകം നടത്തുക, കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കുക, അവർക്ക് പരോൾ കൊടുക്കുക. TP ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പ്രതികൾക്ക് എത്ര തവണയാണ് പരോള്? ജയിലിൽ കിടന്നതിനേക്കാളും കൂടുതൽ കാലം അവർ പുറത്താണുള്ളത്. ഇങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു കൊലപാതക കേസിൽ പരോള് കൊടുക്കാനുള്ള കണ്ടീഷൻ എന്താ? അവർ ജയിലിൽ കുഴപ്പമുണ്ടാക്കുന്നവരാവരുത്, പരോളിൽ ഇറങ്ങിയാലും അവർ കുഴപ്പമുണ്ടാക്കുന്നത്. TP ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പ്രതികൾ ജയിലിനകത്ത് കുഴപ്പം, ജയിലിന് പുറത്ത് കുഴപ്പം. ജയിലിന് പുറത്ത് പരോളിൽ ഇറങ്ങിയാൽ അവർ കൊട്ടേഷൻ സംഘം, അവർ കവർച്ച കേസിൽ പ്രതി, അവർ സ്വർണം തട്ടുന്ന കേസിൽ പ്രതികൾ. ജയിലിനകത്ത് ഫോൺ ഉപയോഗിക്കുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ജയിലിനകത്ത് അവർക്ക് ലഭിക്കും. പാർട്ടി അവർക്ക് ആവശ്യമായ എല്ലാം ചെയ്യുക. ഇത് മാത്രമാണോ? ഇനി ഏതെങ്കിലും കൊലപാതക കേസിൽ ഒരാൾ പ്രതിയായി, ആ പ്രതി പാർട്ടിക്കെതിരാണെന്ന് കണ്ടാൽ അയാളെ കൊല്ലുക. മൻസൂറിന്റെ കേസിൽ ഒരാൾ കൊല്ലപ്പെട്ടില്ലേ? രതീഷ് ഒരു ദിവസം കാണുന്ന എന്താ? തൂങ്ങിക്കിടക്കുന്നത്. രതീഷിന്റെ അമ്മ പരാതി പറഞ്ഞില്ലേ? അത് ആത്മഹത്യയാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഫസലിനെ കൊന്ന കേസിൽ 3 ആളുകളാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. തലശ്ശേരിയിലെ ഫസലിനെ കൊന്ന കേസിൽ 3 പേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ എത്ര പേർ? ജയകൃഷ്ണ മാഷ കേസിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അരിയൽ ഷുക്കൂറിന്റെ കൊലപാതക കേസിലെ ഒരു പ്രതി ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടു. നിങ്ങൾ ഉറപ്പിച്ചോ, ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ കൊലപാതക കേസിലെ പ്രതികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് മാത്രം ഒരു പുനരന്വേഷണം നടത്തിയാൽ കണ്ണൂർ ജില്ലാ CPM കമ്മിറ്റി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വരും. അവിടെ മീറ്റിംഗ് കൂടേണ്ടി വരും.